ഹായ്, ഞാൻ മിനി. ഇന്ന് നമുക്കൊരു 4 മണി പലഹാരം ട്രൈ ചെയ്ത് നോക്കിയാലോ. പേര് സുഹിയൻ. ചില സ്ഥലങ്ങൾ മോദകം എന്ന് പറയും, ചില സ്ഥലങ്ങൾ സുഹിയൻ എന്ന് പറയും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നമുക്ക് കിച്ചണിലേക്ക് പോകാം. മോദകം ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ചെറുപയർ, 1 കപ്പ് തിരുങ്ങിയ തേങ്ങ, 100 ഗ്രാം ശർക്കര, 1 കപ്പ് മൈദ, 3 ഏലക്ക, ശർക്കര ഉരുക്കുന്നതിനാവശ്യമായ വെള്ളം, ആവശ്യത്തിന് ഉള്ള ഉപ്പ്. 1 കപ്പ് പയർ കുക്കറിൽ വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത പയറാണ് ഇത്. രണ്ടാമതായി ശർക്കര ഉരുക്കിയെടുക്കുക. ഈ വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ശർക്കര അതിലിട്ട് ചൂടാക്കി എടുക്കുക. ചൂടാക്കിയതിന് ശേഷം ഇതിനകത്ത് കല്ലോ മണ്ണോ വല്ലതും ഉണ്ടെങ്കിൽ അരിച്ചെടുത്തിട്ട് വീണ്ടും അതിനെ നമ്മൾ ഉരുക്കി ഒരു നൂല് പോലെ ഉള്ള പരുവത്തിലാക്കി എടുക്കണം. മോദകം എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഗ്യാസ് കത്തിക്കുക, തവ വയ്ക്കുക. ആദ്യം നമ്മൾ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ തവയിലോട്ട് ഒഴിക്കുക. ഈ ശർക്കര ഒരു നൂൽ പരുവത്തിലാവുമ്പോൾ അതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കണം. ശർക്കര ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ ഉരുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് അങ്ങ് പറ്റിപ്പോകും, ശർക്കര ഒട്ട് ഉരുകത്തുമില്ല. നൂൽ പരുവമാകുന്നത് വരെ അതിനെ ഒന്ന് വറ്റിച്ചു കൊടുക്കാം. ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഉരുക്കി അരിച്ചെടുക്കുന്നത്. വൃത്തിയുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ പയർ ഒരുപാടങ്ങ് വെന്ത് പോവുകയും ചെയ്യരുത്, വേവാതെയും ഇരിക്കരുത്. നമ്മൾ ഉരുട്ടുമ്പോൾ നല്ല ഉണ്ടയായിട്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മധുരം കൂടിപ്പോയാലും മോദകം പൊട്ടിപ്പോകാൻ ഇടയുണ്ട്. ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. 3 ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തോട് ഇടാതിരിക്കാനാണ് നല്ലത്. അതും കൂടി ഇതിനകത്ത് ഇടുക. അതിനെ വീണ്ടും നല്ലതുപോലെ ഇളക്കുക. ഒരു സ്വല്പം ഉപ്പും കൂടി ചേർക്കുന്നത് നന്നായിരിക്കും. അതിനൊരു മധുരത്തിൻ്റെ ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കിയെടുക്കുക. എല്ലായിടവും മധുരവും തേങ്ങയും ഒരേപോലെ പരണ്ട് വരണം. വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം ഓഫ് ചെയ്തിടുക. മോദകത്തിൻ്റെ കൂട്ട് ശരിയായി ഗ്യാസ് ഓഫ് ചെയ്യുക. ഈ കൂട്ട് തണുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഓരോ ഉരുളകളാക്കി പാത്രത്തിൽ വയ്ക്കുക. ശർക്കര ഒരുപാടായാൽ നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടുമ്പോഴും പൊട്ടാൻ സാധ്യതയുണ്ട്. പയറൊക്കെ എണ്ണയ്ക്കകത്താവും, എണ്ണയെല്ലാം ആകെ വൃത്തികേടാവും. അതുകൊണ്ട് ഒരുപാട് ശർക്കര ഇടാതിരിക്കുക. മോദകത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. ആദ്യം തന്നെ മൈദ ഒരു ബൗളിലേക്ക് ഇടുക. സ്വല്പം ഉപ്പ് അതിലിടുക. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി അത് വെള്ളം ഒഴിച്ച് കലക്കുക. ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. കട്ട പിടിക്കാതെ നല്ലതുപോലെ കലക്കുക. ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കലക്കുമ്പോൾ ഒരു നുള്ള ജീരകമൊക്കെ അത് ഇടാം, നമ്മുടെ ഇഷ്ടം. ഞാൻ ഒരു നുള്ള ജീരകം ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ കലക്കുക.
കട്ടയെല്ലാം ഉടഞ്ഞു മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ പയർ ഉണ്ടയും ഇതിനകത്ത് ഇട്ടിട്ട് മുക്കി എണ്ണയ്ക്കകത്തോട്ട് ഇടുന്നതാണ് അടുത്തത്. മോദകത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. ഗ്യാസ് ഓൺ ചെയ്യുക. തവ ചൂടാനു ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം മോദകം ഓരോന്നായി നമ്മുടെ മൈദാ മാവിൽ പറക്കിയിടുക. നല്ലതുപോലെ മൈദാ മാവ് അതിൻ്റെ മുകളിലൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ മൈദാ മാവിലൊന്ന് ഉരുട്ടിയെടുക്കണം, പൊട്ടിപ്പോകരുത്. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഓരോ പയറുണ്ടയും ഇതിലോട്ട് എടുത്തിട്ട് കുറച്ച് ഇട്ടാലും മതി, കൂടുതലിട്ടിട്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. 3 ഇതിലോട്ട് നല്ലതുപോലെ ഒരു വശം മൂത്ത് കഴിഞ്ഞാൽ തിരിച്ചിടണം. നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ മോദകം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? സൂപ്പറായിരുന്നു കേട്ടോ. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. മോദകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മക്കൾക്ക് 4 മണിക്ക് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തൊരു പലഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് ഇഷ്ടമായിരിക്കും. എന്നും ഈ തട്ടുകടയിലോട്ടൊക്കെ ഓടാതെ നമ്മൾ തന്നെ ഒരു കപ്പ് ചെറുപയറിൻ്റെ കേസേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ്. ഒരു കപ്പ് പയറ് കൊണ്ട് നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാം. അപ്പം നിങ്ങളിത് കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ഇത് ലൈക്ക് ചെയ്യണം, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ അടുത്ത വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്നേഹത്തോടെ ബൈ.